എവരിവൺ, ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാട്ടാ. ഇപ്പോ നിങ്ങളിപ്പോ ജ്വല്ലറി ബിസിനസ് നടത്തുന്ന, ജ്വല്ലറി എന്നല്ല എന്ത് ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരും പറയുന്ന കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അവരുടെ സ്റ്റോറി എല്ലാം പറയുമ്പോൾ, ബിസിനസ് സ്റ്റോറി എല്ലാം പറയുമ്പോൾ അവര് പറയുന്നുണ്ടാവും സ്മോൾ ബിസിനസ് എന്ന് പറയുന്നുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാരും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഈ സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാത്ത ഇവരെന്തിനാ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നതെന്നാണ്. അതായത് ഇപ്പൊ എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്, കുറച്ചു പേർക്ക് അറിയാം അല്ലെ. അപ്പൊ എന്റെ ബിസിനസ്സിനാ ഞാൻ എന്തിനാ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കാര്യം എന്തെന്ന് വെച്ചാല്, ഇപ്പോ സ്മോൾ ബിസിനസ് എന്ന് ഞാൻ എന്റെ ബിസിനസ്സിനെ പറയണമെങ്കിൽ എനിക്കെന്ത് വലിയ ബിസിനസ് തുടങ്ങാൻ പറ്റണം ഇല്ലേ? അത് തുടങ്ങാൻ പറ്റിയ എനിക്കിത് സ്മോൾ ബിസിനസ് എന്ന് പറയാം. അല്ലാത്ത പക്ഷെ എന്റെ ബിസിനസ് എനിക്ക് വലുത് തന്നെ അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം പറയാം. ഇപ്പൊ അംബാനി, അല്ലെങ്കിൽ വേണ്ട അയാളെ വെറുതെ വിടാം, ഒരു സ്വർണത്തിന്റെ ജ്വല്ലറി കട വെച്ചിട്ടുള്ള ഒരാള്. ഓക്കെ, ആളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഓൺലൈൻ ജ്വല്ലറി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ബിസിനസ് ആണ്. കാരണം അയാൾക്ക് അത്രയും ചെയ്യാൻ പറ്റും. പക്ഷെ അയാൾക്ക് അങ്ങനെ പറയാം, എന്റെ ബിസിനസ്സിനെ സ്മോൾ ബിസിനസ് എന്ന് അയാൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ എന്റെ ബിസിനസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ബിസിനസ്സിനെ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്? അത് ശരിയായ കാര്യമല്ലല്ലോ. അപ്പോ ഇങ്ങനെ പറയുന്ന ജേണിയും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഇതിൽ വിൽക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒരിക്കലും നിങ്ങളെ ബിസിനസ്സിനെ ചെറുതായിട്ട് കാണരുത് കേട്ടോ. കാണാൻ പാടില്ല. നിങ്ങളുടെ ബിസിനസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബിസിനസ് എനിക്ക് വലുത് തന്നെ. അതേപോലെ ഓരോരുത്തർക്കും അവരവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സിനെ വലുതായിട്ട് കാണാൻ പറ്റണം, നിങ്ങൾക്ക് കാണാൻ പറ്റണം. എന്നാലേ നമുക്കും വളരാൻ പറ്റുള്ളൂ. നമ്മളിടുന്ന എഫേർട്ടോ ഒന്നും ചെറുതല്ല. അതുകൊണ്ട് ഇനി മേല നിങ്ങളെ ബിസിനസ്സിനെ സ്മോൾ ബിസിനസ് എന്ന് പറയില്ല കേട്ടോ. ബൈ.